എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വയനാട് ദുരന്തം, ചൂരൽമലയിലെ ദുരന്തം സംഭവിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. എല്ലാവർക്കും സങ്കടമുണ്ട്. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ പഴയ ചൂരൽമലയായിട്ട് മാറാൻ ഇന്നും സാധിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആവുമെന്നും തോന്നണില്ല. എന്നാലും ഇപ്പോഴും ഒത്തിരി പേര് അവർക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്, സഹായം ചെയ്യുന്നവരുണ്ട്, വീട് പണിത് കൊടുക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരെയൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. നമ്മളതൊരു ഓർമ്മയായിട്ട് ഇന്നും നമ്മൾ സൂക്ഷിക്കണം. പക്ഷെ ഇനി നമ്മളെല്ലാവരും ഒത്തൊരുമയോടൊന്ന് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. ഒത്തിരി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും മരണപ്പെട്ടു പോയവരുണ്ട്. അതൊക്കെ നമുക്ക് ഓർക്കാൻ ഒരിക്കലും പറ്റൂല. എന്നാലും ഇന്ന് 1 വർഷം കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ആ ദുരന്തം ഓർത്തു പോവുകയാണ്, അല്ലേ? ഇതുപോലത്തെ ഒരു ദുരന്തം ഇനി ഒരിക്കലും നമുക്ക് വരാതിരിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇതുപോലെ ഒരു ചൂരൽമല പോലെ വേറൊരു ചൂരൽമല ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ